ആരോഗ്യം അമൂല്യം. ആഹാരസൗഖ്യം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ മുരളീധരൻ. കേരളീയർക്ക് കൃത്യമായ ഒരു ആഹാര പൈതൃകമുണ്ട്. ഒരളവ് വരെ ഭക്ഷിക്കുക, ഇരട്ടി വെള്ളം കുടിക്കുക, 3 ഇരട്ടി ജോലി ചെയ്യുക, 4 ഇരട്ടി ചിരിക്കുക, ഉറക്കം മൃത്യുവാണെന്ന് അനുഭവപ്പെടുത്തുക. ജീവിതം തുടിച്ചു നിൽക്കുന്ന ഈ വാക്കുകൾ വിനോബാജിയുടേതാണ്. ഇതിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാനാകാത്ത വിധം ജീവിതം മാറിയിരിക്കുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ആഹാര പദാർത്ഥങ്ങളുടെ സംയോജനം, പാകപ്പെടുത്തൽ, അളവ്, ഉപയോഗക്രമം മുതലായവയെല്ലാം വിശുദ്ധാഹാരത്തെ വിരുദ്ധാഹാരമാക്കി മാറ്റുന്നു. മലയാളിയുടെ സൽക്കാരങ്ങളിൽ കാണുന്ന ആഹാര ശ്രേണിയിൽ വിരുദ്ധാഹാരങ്ങളും വിശുദ്ധാഹാരങ്ങളുമുണ്ട്. ഇതിൽ അവനവന് വേണ്ട ആരോഗ്യദായകമായ ആഹാരങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വയം പക്വത കൈവരിക്കേണ്ടതുണ്ട്. മഹാരോഗങ്ങളെ അകറ്റാൻ ഈ തിരിച്ചറിവ് സഹായകമാകും. സംശുദ്ധമായ ആഹാരത്തിൽ നിന്നേ സംശുദ്ധമായ ശരീരവും മനസ്സും ജീവിതവും ഉണ്ടാകൂ. പോഷക സമൃദ്ധമല്ലാത്ത പാഴ്ഭക്ഷണം ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞതോടെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ചിരപരിചിതവും പരമ്പരാഗതവുമായ ആഹാരശീലങ്ങളാകുന്നു. ഇത്തരമൊരു ആഹാര സംസ്കാരത്തിൻ്റെ വൈദ്യശാസ്ത്ര ഭാഷ്യമാണ് ആയുർവേദത്തിലുള്ളത്. ദേഹപ്രകൃതി, പ്രായം, തൊഴിൽ, കാലാവസ്ഥ എന്നിവ അനുസരിച്ച് ഉചിതമായ ആഹാരപദാർത്ഥങ്ങളെ തിരഞ്ഞെടുത്ത് ദഹനശക്തിക്കനുസരിച്ചുള്ള അളവ് കണക്കാക്കിയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ കുറഞ്ഞളവിലും എളുപ്പമുള്ളവ മതിയാകുന്നത് വരെയും ഉപയോഗിക്കാം. ആഹാരപദാർത്ഥം ദഹിപ്പിക്കുവാൻ വേണ്ടി ശരീരം ചെലവാക്കേണ്ട ഊർജത്തെക്കുറിച്ചുകൂടി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. 100 ഗ്രാം സസ്യാഹാരം ദഹിപ്പിക്കുവാൻ ശരീരം ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ 7.5 ഇരട്ടി ഊർജം വേണം അത്രയും തൂക്കമുള്ള മാംസാഹാരം ദഹിപ്പിക്കുവാൻ. അത്യധികമായ നിഷ്കർഷകൾ മൂലം ആഹാരം കുറഞ്ഞു പോയാൽ ശരീരധർമ്മങ്ങൾ വേണ്ട രീതിയിൽ നിർവഹിക്കാനുള്ള ഊർജം ലഭിക്കുകയില്ല എന്നും ഓർക്കേണ്ടതുണ്ട്. ആഹാരത്തെ സംബന്ധിച്ച് ആയുർവേദം അനുശാസിക്കുന്ന ചില വിധികൾ പറയാം. വിശക്കുന്നവനെ ആഹാരം ആസ്വദിക്കാനാകൂ. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. പ്രധാന ഭക്ഷണം നിത്യം 2 നേരമായി നിജപ്പെടുത്തുക. ഇടനേരങ്ങളിൽ ലഘുഭക്ഷണം മാത്രം. എത്ര നിർബന്ധങ്ങളുണ്ടായാലും മനസ്സിനും ശരീരത്തിനും ഇണങ്ങുന്ന ആഹാരം മാത്രം തിരഞ്ഞെടുക്കുക. രാവിലെ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാവൂ. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ശുചിത്വബോധമുള്ളവർ തയ്യാറാക്കുന്ന ആഹാരം ഉപയോഗിക്കുക. കൈകാലുകൾ, മുഖം ഇവ കഴുകി ദേഹശുദ്ധി വരുത്തിയേ ഭക്ഷണം കഴിക്കാവൂ. മധുരം, പുളി, ഉപ്പ്, കയ്പ്പ്, എരിവ്, ചവർപ്പ് എന്നീ 6 രസങ്ങളും ചേർന്നുള്ള സമീകൃത ആഹാരമാണ് ഉത്തമം. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിക്കുക. വളരെ വേഗത്തിലും സാവധാനത്തിലും ഭക്ഷണം കഴിക്കരുത്. മാലിന്യങ്ങൾ കടന്ന ആഹാരം ഒഴിവാക്കുക. തണുത്തതിന് ശേഷം വീണ്ടും ചൂട് പിടിപ്പിച്ച് ആഹാരം കഴിക്കരുത്. ദുഃഖം, കോപം, അമിതമായ വിശപ്പ് എന്നിവ ഉള്ള സമയത്ത് കഴിക്കുന്ന ആഹാരം ദഹിക്കുകയില്ല. ആഹാരസൗഖ്യം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ മുരളീധരൻ.